അപ്പോൾ ഇപ്പോൾ ജർമ്മനിയിലേക്ക് നഴ്സിംഗ് ജോലിക്കായിട്ടും അങ്ങനെ ഒരുപാട് കുട്ടികൾ പോകുന്നുണ്ടല്ലേ? അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഒരു അമ്മ അയച്ചു തന്നിട്ടുണ്ട്, കേൾക്കാലോ? ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ. നമസ്കാരം ശ്രീകാന്ത് സാർ. ഞാൻ ത്രിമധുരം ഗ്രൂപ്പിലെ അംഗമാണ് കേട്ടോ. ഇതൊരു ചെറിയ അനുഭവമാണ് സാർ. എൻ്റെ മോൾക്ക് ഹയർ സ്റ്റഡീസിന് ജർമ്മനിക്ക് പോകാനുള്ള വിസ റിലേറ്റഡ് ആയിട്ടുള്ള അനുഭവമാണ് കേട്ടോ. ശ്രീകാന്ത് സാർ, എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ ഗണപതി ഭഗവാനോടും കണ്ണനോടും മുരുകൻ സ്വാമിയോടും പറയാറുണ്ട്. എവിടെ പോകണമെങ്കിലും 3 ഭഗവാന്മാരോടും കാര്യങ്ങളെല്ലാം പറഞ്ഞ് അനുവാദം വാങ്ങിയാണ് പോകുന്നത്. വിസയുടെ കാര്യത്തിന് പോയപ്പോൾ ഒരു കുഞ്ഞു കണ്ണനെയും കൂട്ടിയാണ് ഞങ്ങൾ പോയത്. വിസ പ്രോസസ്സൊക്കെ വളരെ പെട്ടെന്നാണ് സാർ നടന്നു കിട്ടിയത്. അങ്ങനെ വിസയും വന്നു. മോള് ജർമ്മനിയിൽ പഠിക്കാനും പോയി. എല്ലാം ഭഗവാന്മാരുടെ അനുഗ്രഹം. ശ്രീകാന്ത് സാർ, ഞാനൊരു കാര്യം കണ്ണനോട് ആവശ്യപ്പെട്ടിരുന്നു. മോളൊക്കെ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത്. ലഗേജ് ഒരുപാടുണ്ടായിരുന്നു. ലഗേജ് എടുക്കാൻ ആരുടെയെങ്കിലും ഒരു സഹായം കിട്ടണേ കണ്ണാന്ന് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. എന്താ പറയേണ്ടത് ശ്രീകാന്ത് സാർ? മോള് കണക്ഷൻ ഫ്ലൈറ്റിലാണ് പോയത്. എയർപോർട്ടിൽ എത്തിയപ്പോൾ ഈ ഫ്ലൈറ്റിൽ എത്തിയിട്ടില്ല, നെക്സ്റ്റ് ഫ്ലൈറ്റിലേ വരൂ. മോള് താമസിക്കുന്നിടത്ത് കൊണ്ടുതരാം ലഗേജ് എന്ന് പറഞ്ഞു. അങ്ങനെ ലഗേജ് മോൾക്ക് റൂമിൽ കൊണ്ടു കൊടുത്തു കേട്ടോ. എന്താ കഥ? ഒറ്റയ്ക്ക് പോകുമ്പോൾ ജർമ്മനി പോലെ നാട്ടിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മൾ ഒന്ന് ബ്ലാക്ക് ഔട്ടായി പോകും. അപ്പോൾ അവിടെയാണ് കണ്ണൻ ലഗേജുമായിട്ട് വന്നത്. മനസ്സിൽ സങ്കല്പിച്ച് നോക്കുക അങ്ങനെ ഒരു കാര്യം. എന്താ കഥ? ഈ വിഷുദിനത്തിൽ 4 അനുഭവങ്ങളാണ് പറഞ്ഞത്. എല്ലാം ഒന്നിനൊന്നിന് മനോഹരമായിട്ടുള്ള അനുഭവങ്ങളായിരുന്നു. എല്ലാവരിലേക്ക് എത്തിക്കാം. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരിക. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. വിഷുവിന് നമ്മൾ കുറേ പേർക്ക് സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹരേ കൃഷ്ണ.